എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോബി ഫ്രൈ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോബി ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഈ കോളിഫ്ലവറിൻ്റെ മുകളിൽ മസാല മുഴുവനായിട്ട് പറ്റി പിടിച്ചിരിക്കണില്ല, കോളിഫ്ലവർ വേറെ മസാല വേറെ അതുപോലെയാണ് കിട്ടണത് എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണിത്. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ, ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ള ഗോബി ഫ്രൈ കിട്ടും. അത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു ഗോബി ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗോബി ഫ്രൈക്ക് വേണ്ടി ഞാനിവിടെ ഒരു വലിയ കോളിഫ്ലവർ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നുറുക്കിയെടുത്ത് മാത്രമല്ല, ഈ നുറുക്കിയെടുത്ത കോളിഫ്ലവറിലേക്ക് കുറച്ച് ചൂടുവെള്ളം, അതല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വാറ്റിയെടുത്തതാണ്. നിങ്ങളെപ്പോഴും കോളിഫ്ലവറിൻ്റെ ഏത് വിഭവം തയ്യാറാക്കുമ്പോഴും കോളിഫ്ലവർ കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കണം. അതിൻ്റെ ഉള്ളിൽ പുഴുക്കളോ അതല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും അതുപോലെ ചെയ്തിട്ട് വേണം എല്ലാ കോളിഫ്ലവറിൻ്റെ റെസിപ്പികളും ചെയ്യാനായിട്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടി. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 1/4 കപ്പ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഈ കപ്പ് എന്ന് പറയുന്നത് ഒക്കെ മെഷറിംഗ് കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാനിവിടെ പറയണത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ചേർക്കുന്നത് 1 കോഴിമുട്ടയാണ്. ഇത് എന്തായാലും ചേർക്കണം, എന്നാലേ നമ്മുടെ കോളിഫ്ലവർ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് പേസ്റ്റായിട്ട് വേണം നമുക്ക് ഈ മിശ്രിതം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മിക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടെടുത്തതാണ്. മസാല മുഴുവനായിട്ടും കോളിഫ്ലവറിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള ഓയിലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയ കോളിഫ്ലവർ നമുക്ക് വറുത്തെടുക്കാം. ഈ കോളിഫ്ലവർ വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭാഗം നന്നായിട്ട് മൂത്ത ശേഷം അതല്ലെങ്കിൽ നന്നായിട്ട് ആയി കിട്ടിയ ശേഷം മാത്രമേ മറിച്ചിടാനായിട്ട് നോക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കോളിഫ്ലവറും മസാലയും വേറെ വേറെ ആയിട്ട് നിൽക്കും. കോളിഫ്ലവർ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നത്തെ കോളിഫ്ലവറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.